ഞാൻ ഡോക്ടർ എസ് പി രാജേഷിലേക്ക് പോവാണ്. ഡോക്ടർ എസ് പി രാജേഷ്, ഈ ബജറ്റിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു സ്വതന്ത്രമായ നിരീക്ഷണം എനിക്ക് ആവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് അദ്ദേഹം ഈ ബജറ്റിന് ശേഷം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്. വികസന ആശയങ്ങളുടെ, ഒരുപക്ഷെ താങ്കൾ വായിച്ചു കാണും, എങ്കിലും പ്രേക്ഷകരിൽ ആരെങ്കിലും ഇത് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. വികസന ആശയങ്ങളുടെ ഒരു നീണ്ട വിഷ് ലിസ്റ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ബജറ്റ് പ്രസംഗം. പക്ഷേ അതിനൊന്നുമുള്ള പണം ബജറ്റിലില്ല. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് അധിക ചെലവായി വകയിരുത്തിയിട്ടുള്ളത് 1080 കോടി രൂപ മാത്രമാണ്. പണമില്ലാത്തത് കൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പലതിനും ടോക്കൺ പ്രൊവിഷനാണ് വെച്ചിട്ടുള്ളത്. ഇത് കോട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഈ ബജറ്റിൽ ഏറ്റവും വലിയ പോരായ്മയായി മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ച ഈ കാര്യത്തിനോട് ധനകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ ഡോക്ടർ എസ് പി രാജേഷ്? അദ്ദേഹം പറഞ്ഞത് അലോക്കേഷൻ വളരെ കുറവാണ് എന്നുള്ളൊരു സംഭവമാണ്. അതായത് 10 കോടി 20 കോടി എന്നുള്ള ചെറിയ സംഖ്യകളാണ് നീക്കി വെച്ചത് എന്നുള്ളതാണ്. അതിന് എനിക്കുള്ള എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ വളരെ സത്യസന്ധമായിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടും കാര്യങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഒരു ധവളപത്രം നമ്മുടെ മുമ്പിൽ ഇറക്കുകയുണ്ടായി. ആ ധവളപത്രത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ, കെ.എം. ചന്ദ്രശേഖരൻ്റെ കീഴിലുള്ള ഒരു 4-അംഗ കമ്മിറ്റിയാണ് ഈ ഒരു കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5.037 crores ലക്ഷം കോടിയാണ് കടമായിട്ട് നിൽക്കുന്നത്. 77% കമ്മിറ്റഡ് എക്സ്പെൻസസ് ആണ്. അതായത് പലിശ ഇനത്തിൽ 20.9% നഷ്ടപ്പെടുന്നുള്ള ശമ്പളം, മറ്റ് പെൻഷൻ മുതലായ കാര്യങ്ങൾക്കാണ് പോകുന്നത്. ബാക്കിയുള്ള 23% വെച്ചിട്ട് ഇഴയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇഴയുന്ന, അതായത് GDP-യുടെ 35.5% ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ സാമ്പത്തിക നില തന്നെയാണോ നമ്മൾ തുടരേണ്ടത് എന്നുള്ള വ്യക്തമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയണം. എനിക്ക് കൃത്യമായ വിയോജിപ്പാണ് അദ്ദേഹത്തോടുള്ളത്. അത് കിഫ്ബിയുടെ പ്രശ്നത്തിലുണ്ട്, ഞങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തികൾ, നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ബഡ്ജറ്റിന് ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. എല്ലാവർക്കും പരിപൂർണ യോജിപ്പാണ്. രാഷ്ട്രീയമുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ. അല്ല ഡോക്ടർ എസ് പി രാജേഷ്, ഞാൻ ചോദിച്ച ചോദ്യം പക്ഷെ അതായിരുന്നില്ല. ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ, ഈ പദ്ധതികൾ, അതിന് ശരിയായ തുക വകയിരുത്തിയിട്ടുണ്ടോ? ആ പണം കണ്ടെത്താൻ ആ വരുമാന സ്രോതസ് എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടോ? ലക്ഷ്യം ഏതാണെന്ന് പറയുമ്പോഴും അതിലേക്കുള്ള വഴി ഏതാണ് എന്ന് വ്യക്തമായി ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ആ പോയിന്റ് ആയിരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത്. കറക്റ്റാണ്, താങ്കൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അതിന് വളരെ ചുരുങ്ങിയ തുക, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, 20 കോടി 10 കോടി എന്ന് പറയുന്ന ചെറിയ തുക. കാരണം നമ്മുടെ എക്കണോമി ആ കണ്ടീഷനിൽ അദ്ദേഹത്തിന് 100 കോടിയോ 200 കോടിയോ 300 കോടിയോ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കണക്കുണ്ടാക്കി, കണക്കിലെ മാജിക്കുകൾ കാണിച്ച് അടുത്ത വർഷം അതിൻ്റെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരാതെ ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇത്രയൊക്കെ തുകകൾ അദ്ദേഹം അലോക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കടലാസിലെ കണക്കുണ്ടാക്കിയാൽ പോരല്ലോ. എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ അദ്ദേഹം കൃത്യമായൊരു പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചു. ഈ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഖജനാവിലേക്ക് പണം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചെലവ് ചുരുക്കി. അതുപോലെ തന്നെയാണ് അദ്ദേഹം വരുമാനത്തിലും കുറവ് വരുത്തി, അല്ലേ? വരുമാനം 20 കോടി അല്ലേ, 20 കോടിയോളം അദ്ദേഹം അതിനെ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത്. വളരെ ലോജിക്കലായിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ പോകുന്നുള്ള കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കാം. അതായത് അദ്ദേഹം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള വിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പരിപാടി, ഇത് ശ്രീ ഗോപികൃഷ്ണനും ഞാനും ഒക്കെ എത്രയോ കാലം മുമ്പേ ചർച്ചകൾക്ക് ഇരിക്കുന്ന വ്യക്തികളാണ്. ഇത് പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിംഗപ്പൂരിലും നെതർലാൻഡ്സിലൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും. ഈ തുറമുഖ വികസനം വലിയ സമ്പത്ത് നമുക്ക് നേടിത്തരാൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ബിജെപിയുടെ വിമർശനം താങ്കൾ കേട്ടോ? സാഗർമാല പദ്ധതിയുടെ ഒരു നിഴൽ മാത്രമാണ് ഈ മിഷൻ സാഗർ പദ്ധതി എന്നതാണ് അവരുടെ വിമർശനം. ആയിക്കോട്ടെ, അത് സംഗതി അങ്ങനെ ആയിക്കോട്ടെ.
ഈ കേരള സംസ്ഥാനം വികസിക്കുന്നതും കേന്ദ്രത്തിന് ഗുണമാണല്ലോ. കേന്ദ്രം ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ അല്ലല്ലോ, മൊത്തമാണല്ലോ. ഇതിന് അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നൊരു നയത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രമായിട്ട് നേരിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല, വളരെ നല്ല സ്ട്രാറ്റജിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്, വി ഡി സതീശൻ ചെയ്യുന്നത്. നേരെ പോയിട്ട് ഫൈറ്റ് ചെയ്യുകയും കലുഷിതമാക്കുകയും എന്നും അവർക്കെതിരായ ഒരു ചർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ വികസനം പോകും. അദ്ദേഹത്തിന് നല്ല വികസനം നടത്തണം, എക്കണോമിയെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നല്ല ആഗ്രഹമുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു BJP-കാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ ഒന്നുമല്ല. ഞാനിതിനെ നിഷ്പക്ഷമായിട്ട് കാണാം. ആര് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ നല്ലത് എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് വരുമ്പോൾ വിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും ഈ കോറിഡോറുകളെ കണക്ട് ചെയ്യുന്നത് ഈ സിംഗപ്പൂരിലും നെതർലാൻഡ്സിലും മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ വിജയിച്ച ഒരു പദ്ധതിയാണത്. അത് മാത്രമല്ല, ഈ കുത്തകകൾ എന്ന് നമ്മൾ വിളിക്കല്ലേ, അവരുടെ പാർട്ടിസിപ്പേഷൻ വന്നേ നടക്കൂ. നമ്മുടെ കയ്യിൽ പണമില്ല, പണമുള്ള ആളുകൾ ഇവിടെ വന്ന് പണം ഇറക്കണം. അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഇതല്ലേ കർണാടകയിലും മറ്റ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലൊക്കെ നടത്തുന്നത്. അവർ ആ രീതിയിൽ മുന്നേറുകയും ധനസമാഹരണം നടത്തുകയും നമ്മുടെ കിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുകയും ഹെൽത്തി എക്കണോമിയിലോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിൽ പണമില്ല. ഈ പണം ഇങ്ങനെ കടം കൂട്ടി ഇതിന് എത്ര രൂപയുടെ ഇതാണ് നമ്മൾ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ തുക നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വലിയൊരു തുക നമ്മൾ ബാധ്യത വരുത്തിയിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. നമ്മൾ കളക്റ്റീവായിട്ട് ആലോചിക്കണ്ടേ? എല്ലാവരും അവരുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ എക്കണോമി ഡെവലപ്പാക്കണ്ടേ? ഒന്നുമില്ലാത്ത എക്കണോമിയിൽ അതിനെ ഡെവലപ്പാക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ട്രൈബൽ ഇതിലൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ആശയം അദ്ദേഹം പറഞ്ഞു. ട്രൈബൽ യൂണിവേഴ്സിറ്റി യഥാർത്ഥ വേർഡ് എന്താണെന്ന് തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം. ട്രൈബൽ യൂണിവേഴ്സിറ്റി വയനാട്, നമ്മുടെ IAS വയനാട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനെ പറ്റിയിട്ട് നല്ലൊരു സ്റ്റഡി രാജു നാരായണസ്വാമിയുടെ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിരുന്നു. ഇപ്പോഴൊന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ്. അവിടെ പാറ്റൻഷിപ്പിലൂടെയൊക്കെ പല പ്രൊഡക്റ്റുകളെയും പാറ്റൻ ചെയ്ത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു. അതിലൊരു റിസർച്ച് പോലും നടക്കുന്നില്ല. ആന്ത്രപ്പോളജിസ്റ്റുകൾ, മെഡിസിനൽ വിദഗ്ധർ, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊരു നല്ല ആശയമാണ്. അദ്ദേഹത്തിന് നല്ല ആശയം നടപ്പാക്കാൻ അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. വെറുതെ കയ്യടി നേടാൻ വേണ്ടി എന്തോ എഴുതി. അദ്ദേഹത്തിന് അറിയാം ഇത്രയും വലിയ അലോക്കേഷൻ കൊടുത്ത് എവിടുന്ന് ഫണ്ട് ഉണ്ടാക്കും. അപ്പം ഇത് സ്ലോ രീതിയിൽ പ്രൈവറ്റിനെ ഇതിലോട്ട് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന് അങ്ങനെയല്ലേ ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യമല്ലേ അവർ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഗവൺമെൻറ്റിന് ഇത് മുഴുവൻ അലോക്കേറ്റ് ചെയ്യാൻ എവിടെയാണ് പൈസ? അടിയന്തരമായി വരുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി കഴിയുമല്ലോ. അവർക്ക് എന്തുകൊണ്ടാണ് അവരെ ഹാപ്പി ആക്കാൻ ഗവൺമെൻറ്റിന് പ്രയാസം വരുന്നത്? നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതായതുകൊണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. ഇന്ന് സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ പറഞ്ഞു. ഞാനിത് രാഷ്ട്രീയമായിട്ട് പറയുന്നതേ അല്ല. നികുതിയിലെ കളക്ട് ചെയ്യുന്നതിലെ ലീക്കേജ് വളരെ ഹൈ ആണ്. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് മനസ്സിലാക്കണം. ഇവിടെ സ്വർണം വിൽക്കുന്നവർ എത്ര പേര് കൃത്യം ബില്ല് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ അവർ കഷ്ണം കടലാസ് ആണ്. സർക്കാരുകൾക്ക് തന്നെ നല്ല ഉത്തരവാദിത്വം, കർശനമായിട്ടും നികുതി പിരിക്കണം. ഈവൺ ഇന്റർ ഗവൺമെന്റിൽ എത്ര കാര്യങ്ങൾ ഇതുണ്ട്. ഗവൺമെന്റിന്റെ എത്ര ലാൻഡ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. PSUകളെ മുഴുവൻ നിർജ്ജീവാക്കണമെന്നൊന്നുമില്ല. അതിൽ ലോസ് മേക്കിങ്ങിനെ ഒന്നെങ്കിൽ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് മെഷേഴ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങോ ജോയിന്റ് വെഞ്ചറോ അങ്ങനെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അതിന് ഗവൺമെന്റിന് ഒരുപാട് ലാൻഡ് ബാങ്ക് വെറുതെ കിടക്കുന്നില്ല ഇവിടെ. അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ നോക്കണ്ടേ? ഇത് കാട് പിടിച്ച് കിടക്കുകയല്ലേ. അതാണ് പറയുന്നത്. അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ എന്തിടാം എന്നുള്ളതിനല്ലല്ലോ അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.